എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിട്ട് ഞെട്ടിപ്പോയി കേട്ടോ. ഒരു വിവാഹ ഫംഗ്ഷനാണ് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന നമ്മുടെ അക്ബറിന്റെ വിവാഹമാണ് കണ്ടത്. പുള്ളിക്കാരനാണെങ്കിൽ നമുക്കറിയാലോ, ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആള് എന്നതിനേക്കാൾ ഉപരി അയാളൊരു പാട്ടുകാരനും കൂടിയാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരുപാട് സെലിബ്രിറ്റീസുകളൊക്കെ പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു. നമുക്കറിയാം, നമ്മൾ കണ്ടതാണ് ഡോക്ടർ ബിന്നി, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് നെവിൻ, അതുപോലെ ഒരുപാട് ആളുകൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിവാഹത്തിന്റെ ഒരുപാട് വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറച്ച് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു വിവാഹത്തിന്റെ ഫംഗ്ഷന്റെ വീഡിയോകൾ തന്നെയാണ് കാണുന്നത്. പക്ഷെ എന്നാൽ പോലും എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിക്കാൻ പോകുന്ന അക്ബറോ അല്ലെങ്കിൽ അയാളുടെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെയോ വീഡിയോയോ ഫോട്ടോയോ അല്ല. ശരിക്കും നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ബിൻസി എന്ന് പറയുന്ന ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, നമ്മുടെ അപ്പാനി ശരത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മോച്ച് കരഞ്ഞു ഭയങ്കര സംഭവമായ നമ്മുടെ ബിൻസി. അപ്പോൾ ആ ഒരു ബിൻസിയെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു വിവാഹത്തിൽ നമുക്ക് കാണാൻ പറ്റിയത്. വിവാഹം കഴിച്ച ആളിനെയോ വിവാഹിതയായി മാറിയ പെൺകുട്ടിയുടെയോ വീഡിയോ ക്ലിപ്പുകൾ പരമാവധി വലുതായിട്ടൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ എവിടെ നോക്കിക്കഴിഞ്ഞാലും RJ ബിൻസി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും വേണമെങ്കിൽ RJ ബിൻസി തരംഗം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ അതെങ്ങനെയാണ് ഇവർ തരംഗമായി മാറിയത് എന്നറിയണം എന്നുണ്ടെങ്കിൽ ആ വിവാഹത്തിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ കാണിച്ചേക്കാം. അതല്ലാതെ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. എന്റെ പേര് വ്ളോഗൊക്കെ നന്നായിട്ട് പോകുന്നു. ഇപ്പൊ എന്നെക്കാട്ടി കൂടുതൽ വ്ളോഗ് തുടങ്ങി 6 മാസം കൊണ്ട് 35,000 ഫോളോവേഴ്സ് ആയി. എന്റെ അപ്പനിപ്പം 6 മാസം പോലും ആയില്ല ചാനൽ തുടങ്ങിയിട്ട് 35,000 ഫോളോവേഴ്സ് ആയി ഇൻസ്റ്റയില്. ഇപ്പൊ വ്ളോഗർ എന്നെ വെല്ലും ഈ മനുഷ്യൻ. എനിക്ക് ഭീഷണിയാണ്. അതെ 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 പിടിയിട്ടിട്ടുണ്ടല്ലോ എന്തായിരിക്കും ഈ ഒരു പെണ്ണ് തരംഗമായിട്ട് മാറിയ കാര്യം എന്ന് വെച്ചാല്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ തിരക്കുകളിൽ പെട്ടുപോയത് കൊണ്ടായിരിക്കാം, അതേ ഇനി ഡേറ്റ് കിട്ടാഞ്ഞത് കൊണ്ടാണോ എന്നും അറിയില്ല. നമ്മുടെ രേണാസുന മാത്രം ഈ ഒരു വിവാഹത്തിന്റെ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ RJ ബിൻസിയുടെ ആ ഒരു വസ്ത്രധാരണം തന്നെയാണ് അവരെയൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് വീഡിയോകളിലൊക്കെ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്. അപ്പോൾ ഇവിടെ RJ ബിൻസി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കയ്യിലെ നഖങ്ങളൊക്കെ പുള്ളിക്കാരത്തി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കയ്യിലാണോ ഇനി ഒരു നഖമാണോ എന്തോ അത് മാത്രമേ പുള്ളിക്കാരത്തി കട്ട് ചെയ്യാതെ ഉള്ളൂ. ബാക്കി നഖങ്ങളെല്ലാം പുള്ളിക്കാരത്തി കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് കേട്ടാൽ, ശരിക്കും ആ കാരണം കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ കാരണം പുള്ളിക്കാരത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, അമ്മയെ പേടിച്ച്, അത് അമ്മ പറഞ്ഞതുകൊണ്ടാണ് ആ നഖങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞത്. അമ്മയെ പേടിച്ചാണ് വെട്ടിക്കളഞ്ഞതെന്നാണ് പുള്ളിക്കാരത്ത് പറയുന്നത്. പുള്ളിക്കാരത്തേക്ക് വെട്ടാൻ ഇഷ്ടമല്ലായിരുന്നു, ഈ കിടക്കുന്ന നഖവും കൂടി വെട്ടണം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ബിൻസിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ഈ നഖം നിങ്ങളുടെ മമ്മിക്ക് വലിയ പ്രശ്നമാണല്ലേ. അപ്പോൾ ഈ നഖം ഇഷ്ടമല്ലാത്തത് കൊണ്ട്, അമ്മയ്ക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട്, അമ്മ നിർബന്ധിച്ചപ്പോൾ അല്ലെങ്കിൽ അമ്മ സമ്മതിക്കാഞ്ഞത് കൊണ്ട് നിങ്ങൾ അത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതുപോലെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു മാരേജിന് പോകുമ്പോൾ സാമാന്യം എന്ത് തരം വസ്ത്രം ഉടുക്കണമെന്നുള്ള കാര്യത്തിൽ പോലും നിങ്ങളുടെ അമ്മയ്ക്ക് യാതൊരുവിധ ബോധവും ഇല്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും, പക്ഷേ എന്നാലും മിനിമം നമുക്കൊരു കൾച്ചർ ഉണ്ട് എന്നെങ്കിലും ചിന്തിക്കണം. പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും വരുന്നതിനൊക്കെ ഒരു എന്താണ് പറയുന്നത്, ഇതൊക്കെയല്ല അന്നാരാജനും മറ്റുള്ളവരൊക്കെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഇതിനേക്കാളും നീറ്റായിട്ടാണ് വസ്ത്രം ധരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരിക്കും ഇവിടെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും തന്നെ വേണം പറയാനായിട്ടുള്ളത്. നഖം വെട്ടുന്നത് പോലും അമ്മയുടെ ഇഷ്ടത്തിന് ആണ് നഖം വെട്ടിയത് പോലും. അപ്പോൾ ഈ വസ്ത്രം ധരിച്ചതിൽ അമ്മയ്ക്ക് യാതൊന്നും പ്രശ്നമില്ലായിരുന്നു. ഈ ഒരു വസ്ത്രം ധരിച്ചതിന് അമ്മയ്ക്ക് ഒരു പരാതിയില്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയാണ് ഇത്തരത്തിലൊരു വസ്ത്രം ധരിച്ച് ഈ ഒരു പെൺകുട്ടി വന്നത്. എന്നാൽ കയ്യിൽ കിടക്കുന്ന നഖം അമ്മയ്ക്ക് പ്രശ്നമാണ്. എന്നാൽ മകള് ഇതുപോലുള്ള വസ്ത്രം ധരിക്കുന്നതിന് അമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്തായാലും നിങ്ങളെയല്ല, ശരിക്കും നിങ്ങളുടെ അമ്മയ്ക്കിട്ട് വേണം മടൽ വെട്ടി അടിക്കാൻ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത്രയും മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ച് അവിടെ ഒരു വ്യക്തി പോലും വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. ശൈത്യ ആവട്ടെ,
ബിന്നി ആവട്ടെ, അതുപോലെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് ഈ ബിൻസി ഇട്ടിരുന്ന അതേ വേഷം രേണുസുതിയാണ് ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേനെ, എന്തെല്ലാം പുകിലായേനെ അല്ലേ? അവരാണ് വന്നിരുന്നതെങ്കിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായേനെ. അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നല്ല പറയുന്നത്, അവരൊട്ടും നല്ലതല്ല, അവരൊട്ടും വെടിപ്പല്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇതുപോലെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തി എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളോട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എന്തായാലും വളരെ മോശമായി പോയി. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാത്തിലും ഈ ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം തന്നെയാണ് പറയുന്നത്. പക്ഷെ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിന് കൊള്ളാം എന്നുള്ളതാണ്. എന്തിന് കൊള്ളാം, എത്ര ബോറായി പോയി എന്നുള്ളതാണ്. എന്തായാലും ചാച്ചനും കൊള്ളാം, മമ്മിയും കൊള്ളാം, രണ്ടുപേർക്കും കൊടുക്കണം നല്ലൊരു അവാർഡ് കേട്ടോ. എന്തായാലും വസ്ത്രസ്വാതന്ത്ര്യമൊക്കെ ഉള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇത് കുറച്ച് എന്താ പറയുന്നത്, വസ്ത്രസ്വാതന്ത്ര്യം നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് കുറച്ച് വളരെയധികം വൾഗാരിറ്റി തുടങ്ങിയ ഒരു വേഷമായിപ്പോയി, വളരെ വൃത്തികേടായിപ്പോയി എന്നാണ് പറയാനുള്ളത്. നമ്മളിതൊക്കെ പറയുമ്പോൾ ചില കൂത്തിപ്പട്ടികളുടെയൊക്കെ വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താണ്, നിനക്ക് എന്തിനു വേണം എങ്കിൽ നീയും അങ്ങനെ നടക്കൂ എന്നൊക്കെ പറയുന്ന ചില കൊടിച്ചിപ്പട്ടികളുണ്ട്. നമ്മൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ, പക്ഷെ അങ്ങനെ പറയുന്ന കൊടിച്ചിപ്പട്ടികളോടൊന്നും ഒന്നും പറയാനില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ നിന്ന് കുരച്ചോണ്ടിരിക്കും. കാരണം അവർക്കും ഇതുപോലെയൊക്കെ നടക്കാനുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല, അതിനുള്ള ധൈര്യമില്ല, അതുപോലെ ആരുടെയും സപ്പോർട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. അപ്പൊ അതാണ് മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ അതിനെതിരെ വിമർശിച്ചു കഴിയുമ്പോൾ ഇവർക്കൊക്കെ കുരു പൊട്ടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ അങ്ങനെ പൊട്ടുന്നവരോട് നിങ്ങൾ അവിടെ ഇട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കൂ, നിങ്ങൾക്കൊന്നും മറുപടി തരാൻ പോലും നിങ്ങൾ മറുപടി അർഹിക്കുന്നില്ല സത്യത്തില്. അതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വളരെ മ്ലേച്ഛമായി പോയി, വളരെ മോശമായി പോയി. ഈ RJ ബിൻസി ഈ ഡ്രസ്സ് ധരിച്ചതിന് ശേഷം ഒരു നിലക്കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്നത് വളരെ നന്നായിരുന്നേനെ. സ്വന്തം ശരീരത്തിന്റെ ഷേപ്പ് പോലും എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ അത്രയും വൾഗാരിറ്റി ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ച് ഇത്രയും ജനങ്ങളുടെ മുന്നിലേക്ക് പോയി നിന്ന നിന്റെ തൊലിക്കട്ടിക്കുണ്ടല്ലോ നല്ലൊരു നമസ്കാരം. അതേ പറയാനായിട്ടുള്ളൂ, കൂടുതലായിട്ട് ഒന്നും പറയാനായിട്ടില്ല. ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അതിനപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇത് കണ്ടപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നി. കാരണം പെൺകുട്ടികളെ ഇത്രയധികം മോശമാക്കി കൂടെ ഒരുക്കി കെട്ടിക്കൊണ്ട് നടക്കുന്ന മാതാപിതാക്കൾക്ക് നാണമില്ലേ എന്നാണ് ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങൾ ഏത് കൾച്ചറിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും ഈ നാട്ടിൽ ജീവിക്കേണ്ട ആളുകളല്ല എന്നാണ് തോന്നുന്നത്. ബിഗ് ബോസിൽ വന്ന് തല കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.